Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസും സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ നിഫ്റ്റി ബെയറിഷ് ആണ് എന്ന് എപ്പോഴും പറയുമ്പോഴും ഇന്നലത്തെ ഈ ഒരു പോയിന്റിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ്. ബട്ട് ദെൻ വാട്ട് ഹാപ്പൻഡ്, മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആൻഡ് ദെൻ വി ഡി നോട്ട് എക്സ്പെക്ട് ദിസ് വൺ വേ ട്രാഫിക്. സി നമ്മുടെ ഇവൻച്വൽ ടാർഗറ്റ് എപ്പോഴും 18,800 ആയിരുന്നു. നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കിയിട്ട് 18,800 ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞതാണ്. കാരണം 18,800 ആണ് പ്രീവിയസ് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് റീജിയൻ. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇത്രയും വലിയൊരു റാലി നടത്തിയതല്ലേ. സോ ഇവൻച്വലി ഇത് തിരിച്ചു വരുമ്പോൾ ദിസ് വുഡ് ഐഡ്ലി ആക്ട് ആസ് എ ഗുഡ് സപ്പോർട്ട് റീജിയൻ ആൻഡ് ഇറ്റ് ഡിഡ്. ബട്ട് ഒരു എന്താണ് സർപ്രൈസിങ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഹ്യൂജ് ബൗൺസ് ബാക്ക് ഒന്നും കാണാനില്ല. സോ വളരെ വീക്കായിട്ടുള്ള ഡിമാൻഡാണ് ഇപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു സ്റ്റേ വിത്ത് ദ ലാർജർ ട്രെൻഡ്. ലാർജർ ട്രെൻഡ് എന്താണ്? ഡൗൺ ട്രെൻഡ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. സോ ഇൻ കേസ് നാളെ ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് ഇവൻച്വലി ബ്രേക്ക് ആകുകയാണെങ്കിൽ അഗെയിൻ വി വിൽ ഹാവ് എ ടാർഗറ്റ് ഓഫ് 18,600. ബട്ട് ദെൻ പുതിയതായിട്ട് ഷോർട്ട്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഈ ഒരു ലെവലിൽ ഇറ്റ്സ് നോട്ട് ഐഡിയൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സെൽ ഓഫ് കഴിയുമ്പോൾ ജനറലി ഇങ്ങനെ ഒരു പുൾ ബാക്ക് വളരെയധികം എക്സ്പെക്റ്റഡ് ആണ്. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദിസ് പുൾ ബാക്ക് ഐഡലി ഫ്രഷ് ഷോർട്ട് പൊസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ. ആൻഡ് അതിൻ്റെ ഒരു നല്ല ലെവൽ എങ്ങനെ കണ്ടുപിടിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വെയർ വി യൂസ് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ. നമ്മളൊരു സ്വിംഗ് ഹൈ സ്വിംഗ് ലോ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു 0.382 വരെയെങ്കിലും ഒരു സ്ട്രോങ് ട്രെൻഡ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതുവരെയെങ്കിലും ഒന്ന് റീട്രേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ ആയിരിക്കും ഈ ഒരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു നല്ല റിസ്ക് റിവാർഡ് ട്രേഡ് ഇതിനകത്ത് കിട്ടും. ബട്ട് ദെൻ ദി റിയൽ ട്രെൻഡ് ഇസ് ഡൗൺ. അതിനകത്ത് നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ബട്ട് വി ഹാവ് ടു വെയിറ്റ് ഫോർ ദിസ് പുൾ ബാക്ക് ടു റീ എൻറ്റർ ഷോർട്ട്സ് അഗെയിൻ. സോ ഇത്രയും സെൽ ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഈ ഒരു പുൾ ബാക്ക് മോർ ഓർ ലെസ് എക്സ്പെക്റ്റഡ് ആണ്. മേ ബി ഇന്നൊരു ദിവസം ചിലപ്പോൾ കൺസോൾട്ടേഷൻ ആയിരിക്കാം, മേ ബി നാളെ ആയിരിക്കും ഈ പുൾ ബാക്ക് വരുന്നത്. ബട്ട് ദെൻ ഇത് എക്സ്പെക്റ്റഡ് ആണ്. സോ നമ്മുടെ ആക്ച്വൽ ടാർഗറ്റായ 18,800 മാർക്കറ്റ് എത്തി. നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റിയിലൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഫോർമേഷൻ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞു ആ ടൈമിൽ ടു ഏർലി ആണെന്ന്. ബട്ട് ദെൻ ലുക്കിംഗ് അറ്റ് ദ സ്ട്രക്ചർ ഇറ്റ് വാസ് പ്രിറ്റി മച്ച് പോസിബിൾ, റൈറ്റ്? സോ അന്ന് നമ്മൾ കാണിച്ചത് ആണ്ട് ഈ ഒരു സ്ട്രക്ചറാണ്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഫോർമേഷൻ ഉണ്ടായിരുന്നു. ആ ഫോർമേഷന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 860 പോയിന്റ്സ് ആയിരുന്നു ഡൗൺ സൈഡ്. സോ നമ്മൾ അതിന്റെ ഒരു ഹാഫോളം എത്തിയിട്ടുള്ളൂ. സോ ഹൂ നോസ്, മേ ബി നമ്മളൊരു 18,400 റേഞ്ച് വരെ ആസ് പെർ ദി ടാർഗറ്റ് പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇൻ കേസ് 18,600 ഹോൾഡ് ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 18,100 ആണ്. സോ കറന്റ്ലി we will be very stupid to predict ടെമ്പററി ബോട്ടം. സോ മാർക്കറ്റ് ഇങ്ങനെ ഫ്രീ ഫോൾ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകും എന്ന് പറയുന്നത് മണ്ടത്തരമായ ചാൻസ് ഉണ്ട്. സോ ദ പോയിന്റ് ഇസ്, നമ്മളിപ്പോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി അല്ല നോക്കുന്നത്. ബട്ട് ഈ ഒരു പൊസിഷനിൽ കറന്റ്ലി പുതിയ ഷോർട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഐഡിയൽ അല്ല എന്ന് മാത്രമാണ് പറഞ്ഞു വയ്ക്കാനായിട്ട് നോക്കുന്നത്. സോ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റി മോറല്ല സെയിം സ്റ്റോറിയാണ്. Market എപ്പോഴും it consists of buyers and sellers. Right now sellers are like totally dominating, buyers are dominating. But around 2,400 points in ശേഷം we expected a bounce back from 32,500 400 zone. But then അത് നടന്നില്ല. But see again ഞാൻ പറയുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇനി മേ ബി ഇപ്പം നമുക്കറിയില്ല ഇതിന്റെ ബോട്ടം എവിടെയാണ്. മാർക്കറ്റിനകത്ത് ബിഗ് മണി സ്മാർട്ട് മണിയാണിത്, മേക്കിംഗ് ദ മൂവ്സ്. സോ മേ ബി നാളെ ഇനിയും സെൽ ഓഫ് കണ്ടിന്യൂ ആവും. സോ ചെയ്യാൻ പറ്റുന്ന ഇൻ കേസ് ഈ ഒരു ലെവൽ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് പ്രീവിയസ് വിങ്ങിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് താഴോട്ട് ട്രേഡ് എടുക്കാം. ബട്ട് ഇനി നമ്മൾ കുറച്ച് ലെസ് അഗ്രസീവ് ആയിരിക്കണം അൺടിൽ എവിടെ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ് ഇവിടെയും നമുക്കൊരു പുൾ ബാക്കിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു ഐ തിങ്ക്
ഈ ഒരു സോൺ ഇനി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും 42,700 to 800. അവിടെ വരെയെങ്കിലും നമുക്കൊരു ഫുൾ ബാക്ക് മിനിമം കിട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് ട്രേഡിൽ കയറാൻ പറ്റും. സോ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഫോൾ ആണ്. ഒരു കഴിഞ്ഞ 3 ദിവസവും മാർക്കറ്റിൽ സെൽ ഓഫ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇനി നമ്മുടെ മേജർ സപ്പോർട്ട് ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് ആണ് ഇപ്പം കറന്റ് ഹോൾഡ് ചെയ്യുന്നത്. ഇൻ കേസ് ഇത് ഹോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ക്യാൻ ഫർദർ സ്ലൈഡ് ടു പോസിബിളി ഈ ഒരു സോൺ വരെ, അതായത് 41,000 റേഞ്ച്, 41,500 റേഞ്ച് വരെ. സോ അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ലാർജർ ട്രെൻഡിൽ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ഇട്ട് നോക്കിയാലും ഒരു 0.5% റീട്രേസ്മെന്റ് ആയിട്ടുണ്ട്. 0.5-0.618% റീട്രേസ്മെന്റ് ആയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഇനി ഒരുപാട് ഫോൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പോസിബിൾ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഫോർ നൗ ഒരു 500 പോയിന്റ്സ് ആണ്. അത് കഴിഞ്ഞ് പോസിബിളി ഇവിടെ ഒരു മേ ബി ഫ്യൂ ഡേയ്സ് കൺസോൾട്ടേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും പിന്നീടുള്ള ട്രെൻഡ് ഡിസൈഡ് ആവുന്നത്. സോ ഈ പറഞ്ഞ പോലെ ഇതായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് സെറ്റപ്പ്. നമുക്ക് ഫൈനലി ഇനി FI DI ഡേറ്റ നോക്കാം. ആൻഡ് ഇതാണ് ഏറ്റവും വറിയിങ് ആയിട്ടുള്ള ഫാക്ട്. സോ യെസ്റ്റർഡേ FI ഓപ്ഷൻസിൽ ഷോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, സ്റ്റോക്സിൽ കുറെ നാൾ ശേഷം സീയിങ് എ ഫിഗർ ലൈക്ക് 7K. സോ ദിസ് ഇസ് വെരി സ്കെയറി. ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. മാത്രമല്ല ഫ്യൂച്ചേഴ്സിലാണെങ്കിലും ഹ്യൂജ് പൊസിഷൻ റോൾ ഓവർ ആണ് നെക്സ്റ്റ് മന്തിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള റോൾ ഓവർ എന്ന് പറയുന്നത് ഇസ് ഓൾസോ വെരി ഹ്യൂജ്. So look, everything looks very bearish. Charts, data. So we have to stay with the larger trend, which is bearish, but I would expect a pullback or probably a sideways consolidation for a couple of days. So that's all. Thank you. Trade safe. Bye.